ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന ഒരു കളി എങ്ങനെയാണ് കളിക്കണമെന്നാണ്. ആ കാർഡിൻ്റെ പേര് യൂണോ എന്നാണ്. ഈ കാർഡാണത്. ഈ യൂണോ കാർഡ് എങ്ങനെയാണ് കളിക്കുന്നതാണ് ഞാൻ പറയണത്. അതെങ്ങനെ കളിക്കാമെന്ന് വെച്ചാൽ, ഇത് നമുക്കൊരു 2 to കുറേ പേര് കളിക്കാം, 10 പേരുടെ ഉള്ളിൽ കളിക്കാം. അവർക്ക് എത്ര കാർഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു 5-6 കാർഡോ അതോ 4 കാർഡോ എത്ര വേണമെങ്കിൽ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ കുറേ കാർഡുണ്ടാവും. 100ൻ്റെ മേലുണ്ടാവും, 100ൻ്റെ മേലുണ്ടാവും. ഇപ്പോൾ എടുക്കുക തരാം. ഇത്രയും കാർഡുണ്ട്. ഇത്രയും കാർഡ് വെച്ചിട്ടാണ് കളിക്കുക. അപ്പം ഞാൻ രണ്ടാളായിട്ടാണ് കളിക്കുകയെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു 2 പേര്, ഞാൻ ഇപ്പോൾ 4 കാർഡ് വെച്ചിട്ടാണ് വീതം കൊടുക്കണമെന്ന്. അയാൾക്കൊരു 4 കാർഡ്. ആരും കാണാനും പാടില്ല. ഇങ്ങനെ വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാൻ പാടില്ല. അയാൾക്ക് 4 കാർഡ്, എനിക്കും 4 കാർഡ്. എന്നിട്ട് അങ്ങനെ 4 വെക്കുമ്പോൾ അവിടെ കുറച്ച് കാർഡ് ബാക്കി ഉണ്ടാവും. പിന്നെ അവിടെ 4 എണ്ണം വെച്ചു. പിന്നെ ഇതിലിങ്ങനെ എങ്ങനെ കളിക്കണമെന്നും കൂടി ഉണ്ട്. ഈ ഒരു കാർഡിൽ ഇതിലെങ്ങനെ കളിക്കണമെന്നുണ്ട്. 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ 3 എണ്ണം കൊടുത്തു. എന്നിട്ട് എനിക്കൊരു 4 എണ്ണം ഞാൻ ഇട്ടു. ഇപ്പോൾ ഇതിപ്പോൾ എത്രയും കാർഡുണ്ട്. ഇത്രയും കാർഡ് ബാക്കി ഇവിടെ വെക്കണം. ഇവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ടീമും ഒപ്പോണൻ്റെ ടീമും കൂടിയിട്ടാണ്. അപ്പോൾ ഒപ്പോണൻ്റെ ടീം കാർഡ് നമ്മൾ കാണിക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കണം. നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പോൾ എന്നിട്ട് അവരൊരു നമ്മൾ ഈ ബാങ്ക് വെച്ചിട്ടില്ലേ, ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ യൂണോ കാർഡ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടില്ലേ, എത്ര എണ്ണം അന്നിട്ടിട്ട് ഏതെങ്കിലും ഒരാളിങ്ങനെ ഫസ്റ്റ് അവിടെ ഇടണം. അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഈ സൈഡാണ് കാണിക്കേണ്ടത്. ഈ സൈഡ് കാണിക്കാൻ പാടില്ല. ഈ സൈഡ് ഇട്ടിട്ട് പിന്നെ അതന്നെ ആ 5 തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കണം. ഈ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കണം. ഈ നമ്പറോ അല്ലെങ്കിൽ ഈ നമ്പർ വേണം. അതിൽ വേറെ കളറായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ നമ്പറിൻ്റെ കാർഡ് എൻ്റെ കയ്യിൽ ഇതപ്പം ഉണ്ട്. ഇത് ഇടണം. അല്ലെങ്കിൽ പിന്നെ വേറെ നമ്മുടെ ഈ 5ൻ്റെ തന്നെ വേറെ കളർ ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ ഒപ്പോണൻ്റെ കയ്യിൽ ഇതുണ്ടോ നോക്കും. ഉണ്ടോ നോക്കിയിട്ട് ഒപ്പോണൻ്റ് ഇതിലിടും. ഈ 5ൻ്റെ അതോ ഇത് കളറിലങ്ങനെയുള്ളതോ. എന്നിട്ട് അതൊന്നും ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു കാർഡ് എങ്ങനെ എത്തിയാൽ ഇതിങ്ങനെ എല്ലാം ചെയ്തിട്ട് ഒരു കാർഡേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഈ ഒരു കാർഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ അടിക്കാം. സൈഡ് അടിച്ചിട്ട് യൂണോ പറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കളിയത്തെ ആൾ ജയിച്ചു. പിന്നെ അതുപോലെ ഇതിലിങ്ങനെ സ്പെഷ്യൽ കാർഡുണ്ട്. അത് പറഞ്ഞുതരാം. ഇത് ഏതെങ്കിലും ആൾ ഇങ്ങനെ ഈ കാർഡ് ഇട്ടാൽ നമ്മൾ ഇവിടെ ഈ ബാങ്കിൽ വെച്ച് ഈ കാർഡിന് 2 കാർഡ് നമ്മൾ എടുക്കണം. 2 കാർഡ് എടുത്തിട്ട് നമ്മുടെയിലും ഈ കാർഡ് ഉണ്ടെങ്കിൽ ഈ കാർഡ് ഇട്ടാൽ അവർ 2 കാർഡ് ഈ ബാങ്കിന് തന്നെ എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കളർ ചേഞ്ചിങ് കാർഡ്. ഇത് നമ്മൾ ഇട്ടു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൂടുതൽ കാർഡ് ഏതിലുള്ളത് റെഡ് ആണ്. നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഇത് കളർ ചേഞ്ച് ഇട്ടു റെഡ് കൊണ്ട് നമുക്ക് റെഡ് ഇടാം. റെഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആ കാർഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ കളി ഇട്ടാൽ ഇതിപ്പോൾ ഞാനാണ് വയ്ക്കുക. ഒപ്പോണൻ്റെ കളി പോയി. ഒപ്പോണൻ്റെ കളി ഇപ്പോൾ കിട്ടിയില്ല. ആ കളി തന്നെ എനിക്ക് കിട്ടി. ഒപ്പോണൻ്റെ കളി എനിക്ക് കിട്ടി. അപ്പോൾ 2 കളി എനിക്ക് എക്സ്ട്രാ കിട്ടി. പിന്നെയാണ് ഒപ്പോണൻ്റെ കളിക്കാൻ പറ്റും. പിന്നെ വേറെ ഈ കാർഡ് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ യെല്ലോ കാർഡാണ്. യെല്ലോ എന്നല്ല, ഇതിപ്പോൾ എല്ലാ കളറും ഉണ്ട്. ഇത് ഈ ബ്ലോക്കാണിത്. ഇതിപ്പോൾ അവരുടെ ഗെയിം ബ്ലോക്കായിട്ട് നമുക്കാണ് കിട്ടിയത്. നമുക്കിപ്പോൾ ഇത് കളിക്കാൻ പറ്റും. മറ്റേ റിവേഴ്സിൻ്റെ കാർഡില്ല, അതുപോലെ തന്നെ ഇതും. പിന്നെ ഈ 4 കാർഡ് ഇടുക. 4 കാർഡ് നമ്മൾ ഇതിന്ന് ഈ ബാങ്കിൽ നിന്ന് 4 കാർഡ് അവരെടുക്കും വേണം. നമുക്ക് ഏതെങ്കിലും കളർ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ചേഞ്ച് ചെയ്യുക, കളർ ചേഞ്ച് ഇട്ട് ബ്ലൂ ചെയ്യുക. അവർ 4 കാർഡ് എടുക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ ഇടേണ്ട കാര്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഒരാളിങ്ങനെ ഇട്ടാൽ അതിലത്തെ 3 നമ്പറുള്ള അതോ അല്ലെങ്കിൽ പിന്നെ ഈ 3 നമ്പറിൽ വേറെ കാർഡ് ഉണ്ടാവുമല്ലോ, അതാണ് ഇടാൻ പറ്റും. വേറെ ഒപ്പോണൻ്റെ ഞാൻ ഇപ്പോൾ ബ്ലൂ അല്ല ഇട്ട്. ഈ ഗ്രീന് കണ്ട 3 അതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇടാം. എന്നിട്ട് ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീനിൻ്റെ റിവേഴ്സ് ഉണ്ടെങ്കിൽ ഈ റിവേഴ്സിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അതും ഇടാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ റിവേഴ്സിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പം നമ്മുടെ കാർഡ് ഇപ്പോൾ 4 എണ്ണമുള്ളത് 2 എണ്ണം ആവും.
പിന്നെ ഒന്നും കൂടി നമ്മളിപ്പോൾ ഏതെങ്കിലും ആരിട്ടാൽ നമുക്ക് യൂണോ പറയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും. ഇതിൽ അങ്ങനെ ഒരു വേഗം ചെയ്യാനായിട്ടാണ് ഇത് 2 കാർഡ് എടുക്കുന്നത്. പിന്നെ 4 കാർഡ് എടുത്താൽ പിന്നെ അവർക്ക് എക്സ്ട്രാ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. കാരണം അവർ പെട്ടെന്ന് ഒപ്പോണൻറ്റ് കുറേ കാർഡാകുമ്പോൾ നമുക്ക് അവർക്ക് ഹെവി ആകുമ്പോൾ നമുക്ക് ഈസിയായി ജയിക്കാൻ പറ്റും. അങ്ങനെയാണ് കുറേ ഇതിലിങ്ങനെ ഇതുള്ളത്. പിന്നെ ഇതിലിങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാർഡൊന്നുമില്ല. ഇതുപോലത്തെ ഇത് തന്നെ ഉള്ളൂ. വേറെ അങ്ങനെയുള്ള കാർഡൊന്നുമില്ല. നമുക്കിത് എത്ര വേണമെങ്കിൽ എടുക്കാം. 1 2 മാത്രമല്ല, കുറേ വേണമെങ്കിൽ എടുക്കാം. ഡ്രോ കാർഡ് അങ്ങനെ എത്ര വേണമെങ്കിൽ എടുക്കാം. ഒരു 4 എണ്ണം എടുക്കുക, ഒരു 5 എണ്ണം എടുക്കുക, എത്ര വേണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് യൂണോന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കളി. വേറെ ഇതിൽ ഇനി വേറെ അങ്ങനെ കളിയൊന്നുമില്ല. ഇതാണ് യൂണോ എന്ന് പറഞ്ഞാൽ ഈ കളി. ഇത് നമുക്ക് 2 to 10 എത്ര വേണം കളിക്കാം. 2 to 2 പേര് വേണം. ഒരാൾ വെച്ചിട്ട് കളിക്കാൻ പറ്റില്ല. 2 to 10 അതിൽ എത്ര പേർക്ക് വേണം. 5 പേര് കളിക്കുക, 6 പേര് കളിക്കുക, 8 പേർക്ക് വേണം കളിക്കാം. പിന്നെ നമ്മൾ കാർഡ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ 4 കാർഡ് ഇടുക, അല്ലെങ്കിൽ ഒരു 5 കാർഡ് ഇടുക, 6 കാർഡ് ഇടുക, എത്ര വേണമെങ്കിൽ ഇടുക. അത് നമ്മുടെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഇത്രേ ഉള്ളൂ. ഇതാണ് യൂണോ പറഞ്ഞൊരു കളി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് എങ്ങനെയാണ് കളിക്കാൻ മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണേ മനസ്സിലായ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.